ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ പുതിയ തരംഗമായി മാറുകയാണ്. ഒരു മലയാള സിനിമ ചിന്തിച്ചിട്ടില്ലാത്ത ലെവലിലേക്ക് എമ്പുരാൻ്റെ കളക്ഷൻ എത്തുന്നു. അതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ ആദ്യ ദിനം, അതായത് കേരളത്തിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയ നിമിഷത്തിൽ എത്രയായി എന്ന് ചോദിച്ചാൽ സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് നമ്മളുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന കളക്ഷനേക്കാളും കൂടുതൽ 27 കോടിയാണ് ആദ്യ ദിനം പ്രീസെയിലൂടെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്ന് മാത്രം 8 കോടിയോളം സിനിമ നേടുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായി 10 കോടിയോളം സിനിമ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 16 കോടിയോളം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ 27 കോടി ഈ ഒരു സിനിമ ആദ്യ ദിനത്തിൽ എത്താൻ കഴിഞ്ഞു. അതായത് രണ്ടാം ദിവസത്തേക്ക് സിനിമ 35 കോടി 40 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആദ്യ ദിനം ഈ സിനിമ 50 കോടി തൂക്കുമോ, ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു 30 കോടിയൊക്കെ ചിന്തിച്ചിരുന്നിടത്തുനിന്ന് അവിടെ നിന്ന് 50 കോടി എന്ന് ധൈര്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എത്തണമെങ്കിൽ അത് വലിയ സംഭവം തന്നെയാണ്. ഇതുവരെ നമ്മളുടെ മലയാള സിനിമയ്ക്ക് ഇങ്ങനെയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള ചിന്ത പോലും ഒരാൾക്കും ഉണ്ടായില്ല. കൂടി വന്നാൽ 2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ അങ്ങനെ ഒരു 50 കോടി എന്നുള്ള ചിന്തയാണെങ്കിൽ ഇന്ന് ആദ്യ ദിനം 50 ആണോ 100 ആണോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണെന്ന് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ടിക്കറ്റ് കിട്ടാൻ എളുപ്പമല്ല എന്നുള്ള കാര്യത്തിലേക്ക് ഈ സിനിമ എത്തിച്ചിരിക്കുകയാണ്. ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകുന്നു എമ്പുരാൻ എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ശരാശരി ഒരു മോഹൻലാൽ ഫാനോ ഒരു അനലിസ്റ്റോ ഒക്കെ ചിന്തിക്കുന്ന, ഒരു എതിരാളിയോ ഒക്കെ ചിന്തിക്കുന്ന ഒരു കളക്ഷൻ ഹെവി പോസിറ്റീവാണെങ്കിൽ 10-30 കോടി ആദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്, പോസിറ്റീവാണെങ്കിലും ഹെവി നെഗറ്റീവാണെങ്കിലും 50 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതായിരിക്കുന്നു. ഈ സിനിമ ഹെവി പോസിറ്റീവായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ ആ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്രത്തോളം ഗംഭീരമായ ഒരു വിസ്മയം തന്നെയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.